വാർത്തകൾ വിശദമായി. ഈശോയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും തിരുനാൾ ദിനത്തിൽ ആഘോഷമായ പ്രദക്ഷിണം നടത്തി ജർമ്മനിയിലെ വിശ്വാസി സമൂഹം. ഔഗ്സ്ബർഗ് രൂപതയിലെ അസംഷൻ ഓഫ് മേരി കത്തോലിക് പാരിഷ് മയിങ്ങൻ ഇടവകയിലാണ് ആഘോഷമായ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നത്. വിശുദ്ധ കുർബാനയ്ക്കും ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിനും ജർമ്മനിയിലെ വിൻസെൻഷൻ സഭയുടെ സുപ്പീരിയറും ഇടവക വികാരിയുമായ റവറന്റ് ഡോക്ടർ ഡേവിസ് അറക്കൽ വിസിയാണ് നേതൃത്വം നൽകിയത്. ഇന്ന് വിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്. നമ്മളിപ്പോഴായിരിക്കുന്നത് ജർമ്മനിയിലെ ബവേറിയ സംസ്ഥാനത്ത് ഔഗ്സ്ബർഗ് രൂപതയിലെ മയിങ്ങൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ജർമ്മനിയിൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ എല്ലാ കത്തോലിക്ക ദേവാലയങ്ങളിലും ആഘോഷപൂർവ്വമായിട്ടാണ് കൊണ്ടാടുന്നത്. സ്ട്രീറ്റുകളും ഗ്രാമങ്ങളൊക്കെ വളരെ മനോഹരമായി അലങ്കരിച്ച് ഒന്നായിട്ടാണ് ആഘോഷിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങൾ ഒത്തിരി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് വെരി റവറന്റ് ഡോക്ടർ ഡേവിസ് അറക്കൽ അച്ഛനാണ്. അദ്ദേഹം ഒരു വിൻസെൻഷൻ സഭാ വൈദികനാണ്. അച്ഛൻ നമ്മളോട് പറയും, അച്ഛാ, എങ്ങനെയാണ് വിശുദ്ധ കുർബാനയുടെ ആഘോഷം നമ്മുടെ നാട്ടിലും ഈ ജർമ്മനിയുടെ ഗ്രാമങ്ങളിലും ജർമ്മനിയിൽ പൊതുവെ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? താങ്ക് യു. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ഇവിടെ ജർമ്മനിയിൽ, പ്രത്യേകിച്ച് ബവേറിയ സ്റ്റേറ്റും തൊട്ടുള്ള സ്റ്റേറ്റുകളിലും വളരെ ആഘോഷപൂർവ്വമായിട്ടാണ് കൊണ്ടാടുന്നത്. അതിനുവേണ്ടി തന്നെ ഈ കുർബാനയുടെ തിരുനാൾ ഇവിടെ സ്റ്റേറ്റ് ഹോളിഡേ ആണ്. എല്ലാവർക്കും പങ്കെടുക്കാവുന്ന രീതിയിൽ രാവിലെയാണ് അതിൻ്റെ കുർബാന. ഇത് ഇവിടുത്തെ പാരിഷ് ചർച്ചാണ്. 2 പള്ളികളാണ് ഇവിടെ ഉള്ളത്. ഈ പാരിഷ് ചർച്ചിൽ കുർബാന ചൊല്ലിയിട്ട് ഇവിടുന്ന് പ്രദക്ഷിണമായിട്ട് ഈ വില്ലേജ് കറങ്ങി ആശ്രമ പള്ളിയിലേക്ക് പോയി അവിടെയാണ് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ പ്രദക്ഷിണമായിട്ട് പോകുന്ന വഴികൾ മുഴുവൻ അലങ്കരിക്കും. ഇവിടുത്തെ വീടുകൾ മുഴുവൻ അലങ്കരിക്കും. അതുപോലെ തന്നെ റോഡുകൾ പൂവും പുല്ലുകളും ഇട്ട് യേശു നടന്നു പോകുന്ന വഴിയിൽ കൂടെ അലങ്കരിച്ചാ പോകുന്നത്. 4 യേശുവിനെ സ്വീകരിക്കുന്നു ഗ്രാമവും വില്ലേജും ആളുകളൊക്കെ പൂക്കള് ഒരു പച്ച പരവതാനി വിരിച്ച് യേശുവിനെ ഒരുക്കാണ് ഇവര്. അപ്പൊ ഇവിടെ തന്നെ ഈ വില്ലേജിൽ തന്നെ 4 അൾത്താരുകൾ അവര് ഓരോ വീടിന്റെ അടുത്തും പ്രത്യേക സ്ഥലങ്ങളിൽ അവര് പൂമെത്ത വിരിച്ച് ഒരു അൾത്താര സെറ്റ് ചെയ്യും. അവിടെയുള്ള ആളുകൾക്ക് ദൈവാനുഗ്രഹം ആശീർവാദം കിട്ടാൻ വേണ്ടി ആൾത്താരയിൽ കൊണ്ടു ചെന്നിട്ട് യേശുവിനെ അവിടെ രാജാവും നാഥനുമായിട്ട് സ്വീകരിക്കുന്നതിന് അടയാളമായിട്ട് അവിടെ ആശീർവാദം. അത് കഴിഞ്ഞ് അടുത്ത ആൾത്താരയിലേക്ക് പോകും. അങ്ങനെ അവസാനം ആശ്രമ പള്ളിയിലേക്ക് ചെന്ന് അവസാനിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് പങ്കെടുക്കുന്നവരെ എല്ലാവരും തന്നെ വില്ലേജിൽ തന്നെ കുട്ടികളും മുതിർന്നവരും എല്ലാവരും. പിന്നെ അതുപോലെ മ്യൂസിക് ബാൻഡ്, അതായത് നമ്മുടെ ബാൻഡ് മേളത്തോടുകൂടെ കൊയറിന്റെ ആഘോഷത്തോടുകൂടി കുട്ടികൾ ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളും ഓൾട്ടർ ബോയ്സ് അവരെല്ലാവരും വസ്ത്രത്തിലാണ്. അതുപോലെ ആളുകൾ മെയിനായിട്ട് വെള്ള വസ്ത്രം ധരിക്കാനായിട്ട് ശ്രമിക്കും ഇന്ന് യേശുവിന്റെ ഒരു പ്രത്യേക ദിവസമായതുകൊണ്ട്. അങ്ങനെ നാട്ടില് വിചാരിച്ചിരിക്കുന്നത് യൂറോപ്പിലെ വിശ്വാസമൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന വളരെ ഗ്രാമങ്ങളിലൊക്കെ വളരെ വിശ്വാസമുള്ള ആളുകളൊക്കെ വളരെ പള്ളികളിലൊക്കെ ഒത്തിരി ഇതിലാണ് വരുന്നത്. അതെ. അപ്പൊ ഇവിടെ വിശ്വാസം ജീവിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഇവിടെ 10 വർഷമായി. ആളുകൾ ഭയങ്കര വിശ്വാസമാണ്. ആ ഒരു രീതിയിൽ, അല്ലാതെ ജർമ്മനിയിലെ അല്ലെങ്കിൽ യൂറോപ്പിലെ വിശ്വാസമൊന്നും തകർന്നു പോയിട്ടില്ല. ഇപ്പോഴും ജീവനുള്ള വിശ്വാസമാണ്, വിശ്വാസം ജീവിക്കുന്നവരാണ് ഇവിടെ ഉള്ളത്. ജീവിക്കുന്ന ദൈവം, അതിന്റെ സാക്ഷിയായിട്ട് ജീവിക്കുന്ന വിശ്വാസം ജീവിക്കുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ ഒരു സന്തോഷമാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പള്ളി നിറച്ച ആൾക്കാരാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു ഫീലിംഗ് ഇവിടെയും എനിക്ക് കിട്ടുന്നുണ്ട്. വില്ലേജും സിറ്റിയും തമ്മിൽ ഇപ്പം വ്യത്യാസമുണ്ട്. സിറ്റിയിലെ ആളുകൾ അല്പം കുറവായിരിക്കും, പക്ഷെ വില്ലേജിൽ ഇവരെല്ലാം ഒരുമിച്ച് പള്ളിയിൽ ആഘോഷപൂർവ്വമായിട്ട് വരികയും അതിനകത്ത് പങ്കെടുക്കുകയും ചെയ്യും. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം.